നമസ്കാരം. അപ്പൊ ജയസൂര്യ ചേട്ടനില്ലേ, ജയസൂര്യ എന്നെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ജയസൂര്യ ചേട്ടനായിട്ട് ഞാൻ ബന്ധം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ സുഹൃത്ത് അൻസാർമാരാണ് കഥകളും ആൽബം ചെയ്യുന്നത്. അപ്പൊ ഞാനും അൻസാറുള്ള ഈ സിനിമയുടെ ഇത് കുറവാണ്. മലർവാടി ക്ലബിന്റെ പൂജയ്ക്ക് പോവും. സുബൈറൊക്കെ ഇല്ല, മരിച്ചു സുബൈറക്ക കഷണ്ടി പഴയ പടത്തിലാണ്. സുബൈറൊക്കെ നല്ല സൗഹൃദമായിരുന്നു. പിന്നെ ആരോ മോഹൻ ചേട്ടൻ, മറ്റേ പ്രൊഡക്ഷൻ മുരുകൻ ചേട്ടൻ. അപ്പൊ അങ്ങനെ ടൈഗർ സിനിമയുടെ സെറ്റിലേക്ക് പോകാറും. അങ്ങനെ ജയസൂര്യ ചേട്ടനായിട്ട് കണക്ഷനായി. ജയസൂര്യ ചേട്ടന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, ജയസൂര്യ ചേട്ടൻ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ജയസൂര്യ ചേട്ടന്റെ മുമ്പിൽ മിമിക്രി കാണിക്കുമ്പോൾ ജിസ്മോൻ ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ജസ്റ്റ് പ്രണയവനത്ത് പോലും ഞാൻ പ്രൊഡക്ഷൻ പോയി ചേട്ടൻ പറയും ഞാൻ ചേട്ടൻ നമസ്കാരം ഉണ്ട് അങ്ങനെയല്ല ഇച്ചിരിതൊക്കെ എന്നുള്ള രീതി. പിന്നെ അങ്ങനെയൊക്കെ ഒരു നമുക്കൊരു സന്തോഷമുള്ളൊരു ഇതായിരുന്നു അവർക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പുള്ളി അവതരിപ്പിച്ചിരുന്നത് ഈ MS ചേട്ടന്റെ സൗണ്ടാണ്, ജയസൂര്യ ചേട്ടൻ. കാരണം പുള്ളിയുടെ നാട്ടുകാരുടെ പേട്ടയിലാണ് MS. ഈയിടെ മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ സീരിയലിന്റെ ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പെങ്ങളെയാണ്. അപ്പൊ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ MS സാറിന്റെ സൗണ്ട് ഒന്ന് ചെയ്തു. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവതരിപ്പിച്ചോളൂ നമുക്കൊരു മെയിൽ വെക്കേ എങ്കിലും ഞാനത് ചെയ്യാം. ഗുരുവായൂരപ്പ എന്താ പറയാ, ഈ പ്രേമചന്ദ്രൻ ആളൊരു ജഗജില്ലാടിയല്ലേ. ആ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പാട്ടും വേണമല്ല, കുട്ടിക്ക് ഇഷ്ടപ്പെടും, നല്ലൊരു പയ്യനാ. പിന്നെ ആളുകൾ പറയും താനും ഒരു പാട്ട് പാടുന്നു. ഞാനും പാടി മുക്കാലായില്ല. അപ്പൊ ഈ സൗണ്ട് കേട്ടപ്പോ പുള്ളിക്ക് നമുക്കത്ര ഇതല്ല, പക്ഷെ അവരുടെ ഒരു കണ്ണ് മരിച്ചു പോയ ഒരു സൗണ്ട് അങ്ങനെ ഒരു കഴിവുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അതായിട്ട് മുന്നോട്ട് പോകാനാണ് എന്റെ ഒരു അഭിപ്രായം. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. അതില് തീർച്ചയായിട്ടും കാരണം സുരാജ് ചേട്ടൻ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. സാറിന് സുരാജ് ചേട്ടൻ ഈയിടെയാണ് സുരാജ് ചേട്ടൻ ആ ഒരു സ്റ്റോറി ഓർത്തത്. കാരണം എന്നെ പിടിച്ച് ചേർത്ത് നിർത്തി സുരാജ് ഞാനോട്. ഞാൻ രസികൻ സിനിമയുടെ പ്രൊഡക്ഷൻ പോയി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു പാട്ട് നമ്മുടെ കലൂര് മണപ്പാട്ടി പറമ്പ് ഇല്ലേ, കലൂര് അവിടെ ദളവാത്തേരും ഇങ്ങനെ സെറ്റ് ചെയ്തത് നീ വാ മാടി മോഹൻലാൽ അടിച്ച് അതിന്റെ ഷൂട്ടാണ്. അബിക എന്നാണ് ദൈവമേ, അബിക പ്രണാമം. അപ്പൊ അബിക സുരാജ് ചേട്ടൻ അബിക്കാട് ഞാൻ ഉള്ള ഇതാണ്. അപ്പൊ ഇങ്ങനെ കട്ടക്കാപ്പി കൊണ്ടുപോയി ഞാൻ കൊടുക്കും. അപ്പൊ അന്നേരം പുള്ളി കുറച്ച് മിമിക്രി ചെയ്യിപ്പിക്കും. ആ സമയത്ത് മൊബൈൽ ഫോൺ കുറവാണ്, വീട്ടിലെ നമ്പറൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ആത്മബന്ധം അറിയാം ഒരാഴ്ച കൊണ്ട്. അപ്പൊ ഈയിടെ ഒരു സിനിമയുടെ ഇതിൽ പോയി പുള്ളിയോട് ഞാനത് പറഞ്ഞത് യോ നീയോ, കാരണം ആ പഴയ ആ ഒരു ഓർമ്മയില്. പക്ഷെ അതൊരു സന്തോഷം തോന്നുന്നു. കാരണം അദ്ദേഹം പിന്നീട് ക്ലാസ്മേറ്റിലൂടെ വലിയൊരു നടനായി പോയി. അപ്പൊ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും താങ്കളുടെ ഒരു നില എങ്ങനെയായിരിക്കും? നിലയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ലക്ഷ്യം സിനിമയാണല്ലോ. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞൊരു സിനിമ, അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം 1-2 സീൻ നല്ല നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. മഹാരാജ് കോളേജിലായിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പൊ അതായത് സീനിയർ ഇതായിട്ടാണ് മറ്റേ കമ്മട്ടി പടത്തിൽ ദുൽഖറിന്റെ ചെറുപ്രായം ചെയ്ത പയ്യനാണ് നായകനായിട്ട് ചെയ്യുന്നത്. പ്രേംകുമാർ ഏട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ ആ ഒരു പടത്തിൽ നല്ലൊരു ചെയ്തു. പിന്നെ ചോല ബിസ്കി, ഗുലാന്റെ തട്ടുകട, അങ്ങനെ കുറച്ച് സിനിമകൾ വരാനുണ്ട്. നായകനായ പടം പറഞ്ഞല്ലോ, അതത്ര ശോഭിച്ചില്ല. പക്ഷെ മാസ്റ്റർ മനാഫ് അതിനാടിന് സുമേഷ് കുട്ടിലൊക്കെ നന്ദി പറയുന്ന സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചു. ഇനിയും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അഭിനയിക്കാനുള്ളൊരു ഇതുണ്ട്. സജീവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ആരെ പേര് പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് ഞാൻ ഒരാളെ കാണാൻ ഇപ്പൊ 2 ഫോട്ടോ അവിടെ കൊണ്ടുവച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാൻ ഈ കെട്ടിടമണിക്ക് പോവാറുണ്ട്. ആ പൈസ കിട്ടുമ്പോ ഞാൻ എന്നിട്ട് പാലക്കാടൊക്കെ പോയിട്ടുണ്ട് സിനിമയുടെ സെറ്റില്. അവിടെ ചെന്നിട്ട് നമ്മള് കണ്ടിട്ട് അപ്പൊ വിളിക്കാം, നമ്പർ തന്നേരും പറയും ആര് വിളിക്കാം. പോയിട്ടുണ്ടോ ശ്രമിച്ചിട്ടുണ്ടോ പലരും പറയും. സെറ്റുകളിൽ നമ്മൾ വിളിക്കും, കാരണം ഇന്ന ദിവസം വിളിക്കും എന്ന് പറഞ്ഞിട്ട് സിനിമ തീരുന്നവരെ അവര് ഫോൺ എടുത്ത് ചരിത്രമില്ലാണ്ട് ഉള്ള അനുഭവം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എടാ നിനക്കൊന്ന് വിളിക്കാൻ പാടില്ല, നിനക്ക് സീൻ ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് എത്രാന്തരല്ലേ വിളിക്കണേ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഓടി കയറി ചെന്ന് പറ്റാൻ പറ്റില്ല സിനിമയില്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുന്നവർ അവരെ നമ്മൾ ചിലപ്പോൾ ഒരു ഇതാവും. അതുകൊണ്ട് പറയാം, ഒരു സിനിമയിൽ എനിക്ക് ശരിക്കും ഒരു വേഷം പറഞ്ഞിരുന്നതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ട് കെട്ടിപ്പിടിച്ചുന്ന ഫോട്ടോ എടുത്ത് പുള്ളി എനിക്കൊരു വേഷം പറഞ്ഞതാണ്. പക്ഷെ ആ പടത്തിന്റെ അവസാന നിമിഷം വരെ ഞാൻ വിളിച്ചിട്ടുണ്ട് പുള്ളിനെ. പുള്ളി വിളിക്കുമ്പോഴൊക്കെ മാന്യമായിട്ട് പറയും എടാ അടുത്ത ആഴ്ച വിളിക്കട്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാം, എറണാകുളത്ത് വരട്ടെ ആഡ് ചെയ്യാം. പ്ലാൻസ് ഒന്നും ഇല്ല. എനിക്ക് അഭിനയം തന്നെ ലിപ് ലോക്ക് സീൻ ചെയ്തപ്പോഴാണ് നിങ്ങൾ ചേച്ചിനെ ആളുകൾ കൂടുതൽ അറിഞ്ഞത്.
അപ്പൊ അതിനകത്ത് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങള്? ഞാൻ നെഗറ്റീവ് കണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവ് പച്ചത്തെറിയൊന്നും ഞാൻ നോക്കാറില്ല. അത് പലരും റീൽസ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. അത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങള്? അത് കണ്ടായിരുന്നു. ഇതാണ് അയാള് ഷാജി പാപ്പറല്ല ഷാജി. ഈ പുള്ളിക്ക് ഞാൻ നേരിട്ട് അപ്പൊ ഇവനോട് രണ്ട് വർത്തമാനം എനിക്ക് പറയാനുണ്ട്. ഷാജി കേട്ടോ, ഇവൻ ചിലപ്പോ ഇതിനോട് റീച്ച് ആവുന്ന തോന്നുന്നു. കാരണം അല്ല, ഇവനെ റീച്ച് ആവാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് കളിക്കുന്നുള്ള കാര്യം ഏത് കൊച്ചിനും അറിയാം. ഇവന് കണ്ടന്റ് ഒന്നുമില്ല. കണ്ടന്റ് അട്ട് ഇവൻ എന്താ പറഞ്ഞ, ഇപ്പൊ നമ്മള് ഒരു ചാനലിൽ കയറി നിന്ന് തെറി പറയുന്നത് ശരിയല്ല. അത് ചാനലിനെയും ബാധിക്കും. ചിലപ്പോ ഒരു പക്ഷേ അത് എന്തെങ്കിലും ഫേസ്ബുക്കിന്റെ ഒരു ഇതില് വരും. അപ്പൊ പറയുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഷാജി, നിനക്ക് എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന്താന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ മോന്തപ്പോ ചോക്ലേറ്റിനെ പോലെ ഇരുന്ന് ഞാൻ പറഞ്ഞത് എന്റെ മുഖം ഇതുപോലെ തന്നെയാണ്. ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നിന്റെ മോന്തയുടെ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. പിന്നെ നമുക്ക് എന്താ മുഖമോ അല്ലെങ്കിൽ ഗ്ലാമറൊന്നും അല്ല. നമുക്ക് ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എന്താ പറയാ, നമുക്ക് ആയുസ് തീരണം വരെ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണേൽ ഏറ്റവും നല്ലത്. അല്ല കുറെ സൗന്ദര്യം കിട്ടിയിട്ട് എന്ത് കാണിക്കാനാണ്. ഞാൻ നേരിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് കരുപ്പ് കയറിയിട്ട് അപ്പോഴ് ഒരു ചിരിക്കുന്ന ഫോട്ടോ ഇട്ടു. ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് കളിക്കുന്നത്? കരയിപ്പിക്കണമെങ്കിൽ വരെ ഞാൻ പാടാണ്. അന്നേരം എന്നെ കിട്ടിയ അവൻ അടിക്കുമെന്നുള്ള ഇതിലാണ് അവൻ സംസാരിച്ചേക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫ്രണ്ടാണ്, ഗൾഫിലാന്ന് കണ്ട് പറയുന്നു. ഞാൻ പറഞ്ഞു, വാ നേരിട്ട് വാ, നീ ഈ വീഡിയോക്കകത്തിരുന്ന് നീ അടിക്കും അങ്ങനെ അങ്ങനെ എന്ന് പറയാതെ നേരിട്ട് വാ. നേരിട്ട് വന്നു കഴിഞ്ഞാൽ അടി ഞാൻ പൊട്ടിക്കും, അത് ഉറപ്പ് തന്നെ. അല്ല, അവന് ഞങ്ങളുടെ വീഡിയോ മാത്രമല്ല ഓരോരുത്തരുടെ വീഡിയോ അവൻ ചൊറിഞ്ഞിട്ട് ഇടുന്നുണ്ട്. ഓരോ പെൺപിള്ളേരെയും വീഡിയോ എടുത്തുണ്ട്. അവന് വൈറലാവാൻ വേണ്ടി അവനൊരു വീഡിയോ നമ്മളെ കാരണം നമ്മളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെയാണ്. തിരിച്ച് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് നിക്കറിട്ട വള്ളി ഇട്ട് ഇങ്ങനെ നടക്കുന്ന കാര്യം. എടാ, നിന്റെ കൂടെ വരലായിരിക്കും ചിലപ്പോ, നമ്മുടെ കൂടെ വന്നോണ്ടല്ലേ നീ കാണുന്നത്. എന്റെ കൂടെ കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഗ്ലാമർ ഇല്ല, എനിക്ക് ഗ്ലാമർ ഇല്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവന്റെ മുഖം കണ്ണാടി വെച്ചിട്ട് നോക്കിയിട്ട് അവൻ ഇങ്ങോട്ട് ചൊറിഞ്ഞോണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചൊറിഞ്ഞത്. വേറെ നമ്മൾ അറിയാത്തവരും അറിയുന്നവരും എല്ലാം നെഗറ്റീവ് ഇട്ട് അവരെ നമ്മളൊന്നും നീ ചെയ്യുന്ന വീഡിയോസ് ഒന്നും കണ്ടല്ല. കരക്കാരെ വീഡിയോ മോഷിച്ചുകൊണ്ട് പല ചാനലുകാർ കഷ്ടപ്പെട്ടെടുക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് എടുത്തു കൊണ്ടുവന്നിട്ടാണ് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരുടെയും രേണുസുതി ഉൾപ്പെടെ എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ട് അവൻ ഇരുന്നൊന്ന് ചൊറി മൈത്താണ്ടി എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അവന്റെ വീട്ടിൽ വിളിക്കുന്ന രീതിയിലുള്ള പലരും വിളിക്കുന്ന രീതിയിൽ മൈത്താണ്ടി എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മളവിടെ അതിലും വലിയ തെറി പറയാൻ അറിയാം, പക്ഷെ അത് പറയുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളൊരു അത്ര തരം തന്നിട്ടില്ല അതിനകത്ത്. അതുകൊണ്ട് തെറിയില്ല. അവരാണെങ്കിൽ വെറും വൃത്തിയിട്ട രീതിയിലാണ് ഈ ചീത്തവാക്കുകളും സംസാരങ്ങളും. എനിക്ക് മുട്ടി നിൽക്കുകയാണെന്നുള്ള സംസാരം വരെ ഇതിലുണ്ട് വീഡിയോക്കാറ്. എന്നിട്ട് ഞങ്ങളൊരു പാർക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് റീൽ ചെയ്യാൻ വേണ്ടി ഈ ക്യാമറ എല്ലാം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കും. നമ്മള് ഒന്നും കാണിക്കൂല. അവൻ ആ മൈൻഡ് പോലും അവൻ അറിയത്തില്ല. ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഞങ്ങള് അല്ലാത്ത രീതിയിലൊന്നും കാണിക്കത്തില്ല. അത് അഭിനയം മാത്രമാണെന്ന് അവന് ചിന്തിക്കാനുള്ള മൂളവാക്കില്ല. അപ്പോഴവൻ ഒരു പാർക്കിംഗ് സെക്ഷനിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അഭിലാഷേട്ടൻ പറഞ്ഞ റോഡിലൊന്നും ചെയ്യണ്ട, ആർക്കും ഒരു തടസ്സമാവണ്ട. അപ്പോൾ പാലത്തിന്റെ കീഴിൽ നിന്ന് എന്തോ മുട്ടി ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ മീഡിയക്കാര് ചെയ്യാന്ന് പറഞ്ഞു. രണ്ടോ മൂന്നോ വീഡിയോസ് അവിടെ ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞിട്ട് ചെയ്തതാണോ? എന്ത് ആ ഒരു കണ്ടന്റ് ചെയ്തത്? അതിങ്ങനെ ചെയ്താൽ ഈ കത്ത് ചർച്ചാ വിഷയമാണെന്ന് പറഞ്ഞു. അല്ലാതെ അവരാരും പറഞ്ഞു അത് നമ്മൾ പറയുന്നില്ലേ? ഈ ഒരു കണ്ടന്റ് ചെയ്ത് കഴിയുമ്പോ എന്ന് പറയുമ്പോ അതുപോലത്തെ സാധനം ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്തോളം സന്തോഷ് വർക്കി അല്ലെങ്കിൽ കൊണ്ട് പല മീഡിയാസ് പലതും ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചത്. അതല്ല, എന്റെ ഹസ്ബൻഡിനും എന്റെ മോൻ നല്ല സപ്പോർട്ടായിരിക്കും. എന്റെ മോനും എന്റെ ഹസ്ബൻഡിനും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്കും ഇല്ലാത്ത സങ്കടമാണ് ഈ ഷാജി എന്ന് പറയുന്നത്. ഷാജിക്ക് കുഴപ്പമില്ലാണ്ട് പിന്നെ എന്താണ് പറയുന്നത്? കാരണം അവൻ കുറെ വീഡിയോസ് അവിടെ മോഷിച്ചു കൊണ്ടുവന്നിട്ട് പറയുന്നു. മനസ്സിലായില്ലേ?
അവനാദ്യമേ നന്നാവട്ടെ. അല്ല ഇത് കണ്ടിട്ട് ഇനിയിപ്പോ ഞങ്ങളെ ചൊറിയാൻ തുടങ്ങും. അന്നേരം ഞാൻ തന്നെ അവനെ ചൊറിയും. എടാ മായും പൂവും തായൊക്കെ വിളിക്കാൻ ഇഷ്ടംപോലെ കഴിവ്. അത് ഇതിലുള്ള വീഡിയോകളല്ല, നേരിട്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് വിളിക്കാനുള്ള കഴിവുണ്ട്. എന്നെ ഒരു പച്ച തെറി വിളിച്ചിട്ട് പിന്നെ കേൾക്കാൻ പോലും തെറി വിളിച്ചിട്ട് എന്നെ അടിക്കണമെന്ന്. അത് അവന്റെ വീട്ടിൽ ഇരിക്കുന്ന ആരെങ്കിലും അടിക്കത്തേ ഉള്ളൂ. അതല്ല നടക്കുള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം അത്യാവശ്യം കരോട്ടെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. ട്രാഫിക്ക് ഞാൻ 6 കൊല്ലം കിടന്ന് ഫൈറ്റ് ചെയ്താ കൊട്ടാരക്കന്. എന്റെ സുനി അടിക്കുവല്ലോ ഞൊടിക്കുവാൻ എന്നെ പിടിക്കില്ല. ഞാൻ പറയാൻ മരിച്ചു കീറിയോടെ ഇടും. അവനൊന്നും നേരിട്ട് വന്ന അവനെ ഒരു മുറിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ച് ചെയ്യണമാരാണത്. അത് എവിടെയെങ്ങാണ്ട് കിടന്നു. ഇവന്റെയൊക്കെ സംഭവങ്ങൾ ഇപ്പൊ നമ്മള് ചില ഫേക്ക് ഐഡിയയിൽ വന്ന് തെറി വരുന്ന മാന്യമാരെ കണ്ടിട്ടുണ്ട്. സ്വന്തം തൊണ്ടയില്ലാത്തത് കൊണ്ടായിരിക്കും ആ ഫേക്ക് ഐഡി ഉപയോഗിക്കുന്നത്. എടാ യഥാർത്ഥ ഐഡിയയിൽ വന്നിട്ട് പറ, എന്തെങ്കിലും തെറി വിളിക്കണമെങ്കിൽ ഞാൻ അഭിലാഷാവട്ടെ, ഇത് സുനിമോള്, അങ്ങനെയുള്ള രീതിയിലല്ലേ. മനസ്സിലുണ്ടോ? നമ്മളെ അറിയുന്നില്ല. അല്ലാണ്ട് ഫേക്ക് ആയ ഐഡിയയിൽ വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്ത് പുല്ല് കാണിക്കാനാണ്? ഒരു കാര്യമില്ല. വിളിക്കുമ്പോ നമ്മുടെ തന്തയുടെ പേര് പറഞ്ഞാൽ നമ്മുടെ അത് തന്തയ്ക്ക് ഉണ്ടായ രീതിയിൽ വരും. അല്ലാണ്ട് എന്റെ തന്ത മറ്റേ ഷാരൂഖ് ഖാനാണെന്ന് പറഞ്ഞ ഷാരൂഖ് ഖാന്റെ ഉടം വെച്ചല്ല വന്ന് വിളിക്കുന്നത് അല്ലെ. അല്ല എന്റെ ഐഡിയയിലാണ് ഞാൻ അഭിലാഷാട്ടെ. ഞാൻ വേറെ ഐഡിയ ഒന്നും എനിക്കില്ല. ഉള്ളതാരും പറയാം. കൊച്ചു പിള്ളേർ കാണുന്ന ഒരു രംഗമല്ലേ ഇത്. അപ്പോഴീ പിന്നെ വയറും ബുക്കിലും ഒക്കെ കാണിച്ചു. അല്ല അത് കൊച്ചു പിള്ളേര് കാണുന്ന ഇവൻ ആ വീഡിയോ എടുത്തിട്ട് ഇടേണ്ട എന്തിനാണ്? കാരണം വെച്ചാൽ കൊച്ചു വീണ്ടും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്. ആണല്ലോ. അപ്പൊ അവൻ കാണുന്നില്ല ഈ ഇൻസ്റ്റയില് ചില ആളുകൾ, ഞാൻ പറയുന്നില്ല പല എന്താ പറയാ കാണുന്ന സ്ഥലത്ത് തന്നെ മൂത്രം ഒഴിക്കുന്ന പെണ്ണുങ്ങളുള്ള കണ്ടന്റ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. മറ്റേ ജാക്കറ്റ് ഇട്ട് നടക്കുന്നത് അതൊന്നും നിങ്ങൾ കാണുന്നേ ഒന്നുമില്ല. അന്ന് കാണാം. ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ആണല്ലോ. അന്ന് നമ്മൾ കാണലായിരിക്കും അല്ലേ? ഞങ്ങൾ മാത്രം എന്തെങ്കിലും റീല് അത് കൈ പിടിച്ച് കറക്കുന്നതൊക്കെയാണ് അവന് വലിയ തെറ്റ് അല്ലേ? ഇതിന് വലിയ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു കുഞ്ഞു കുട്ടിയെ പീഡിപ്പിച്ചിട്ട് മിണ്ടാണ്ട് എന്താ പറയുക മൈൻഡ് ചെയ്യാൻ നിന്ന രാജ്യമാണ്. അതല്ല കുഞ്ഞു കുട്ടികളെ അത് പറയല്ലേ ശരി. ഞാൻ എന്റെ അഭിപ്രായം അമേരിക്ക അല്ലത് കേരളമാണ്. നീ അവിടെ കൊട്ടാരക്കരയ്ക്ക് പോകും. ഞാനിവിടെ തന്നെ ഞാൻ വീട്ടിൽ കയറി ബിഗ് ബോസിൽ വരുന്ന പറഞ്ഞ വീട്ടിൽ കയറി സത്യം. അതായത് ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം. ഞാൻ ഈ ലിപ്ലോ കണ്ടന്റ് വീട്ടിൽ കയറണല്ലോ വൈകിട്ട് ബിഗ് ബോസിന് വരും. അതുകൊണ്ട് ചെയ്തൊരു കണ്ടന്റാന്ന് പറഞ്ഞാണ് കയറിയത്. അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഷാജി പറഞ്ഞ പോലെ പാലത്തിന്റെ അടിയിൽ കിടക്കുന്ന ഒരു കലാകാരനെ അവന്റെ വീഡിയോ അടേ ഞാൻ ബിഗ് ബോസ് വരും അതിനുള്ള വെളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ കയറി. നിങ്ങളുടെ ചോദ്യം വന്നു, നിങ്ങളെന്താ ലിപ്റ്റോക്ക് ചെയ്ത സത്യമാണോ? അതെല്ലാം വെട്ടിക്കൂട്ടല്ലേ.